ഹലോ ആൻഡ് വെൽക്കം ടു ഹെൽത്ത് ഡെസ്ക്. നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് സംസാരിച്ചുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ കോമൺ ആയിട്ടുള്ള മറ്റൊരു എമർജൻസി സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ശ്രുതി ആൻഡ് വെൽക്കം ടു ദിസ് എപ്പിസോഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്നേക്ക് ബൈറ്റ് അല്ലെങ്കിൽ ഇൻസെക്ട് ബൈറ്റ് പോലെ എന്ത് ബൈറ്റ്സ് ഉണ്ടായാലും എന്താണ് എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നൗ സ്നേക്ക് ബൈറ്റ്സ് എത്ര കോമൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഏർബൺ സിനാറിയോയിൽ അല്ലെങ്കിൽ ഒരു സിറ്റി ലൈഫിനിടയ്ക്ക് അധികം കാണാറില്ല. എന്നാലും നോർമലി ഒരു റൂറൽ ഒരു സെമി ഏർബൺ സെറ്റപ്പിലൊക്കെ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സ്നേക്ക് ബൈറ്റ് എന്നുള്ളത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഇത് ഒരു പ്രോപ്പർ സ്നേക്ക് ബൈറ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും കടിച്ചിട്ടുള്ളതാണോ എന്ന് തന്നെ നമുക്ക് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. പക്ഷേ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. നമ്പർ 1, മോർ ഓർ ലെസ് എപ്പോഴും കണ്ടുവരുന്നത് സ്നേക്ക് ബൈറ്റ് നമ്മുടെ ലോവർ എക്സ്ട്രിമിറ്റീസിലാണ് കൂടുതൽ കാണുന്നത്. കാരണം സ്നേക്സ് തറയിലൊക്കെയല്ലേ കൂടുതൽ ഉണ്ടാവാറ്. അപ്പോൾ അത് അവിടെ നിന്ന് കയറി വന്ന് നമ്മുടെ തോളത്തോ മുഖത്തോ ഒക്കെ കടിക്കുന്നത് വളരെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് ബിലോ നീസ് ആയിട്ടുള്ള ഏരിയാസിലാണ് എപ്പോഴും കാണുന്നത്. യൂഷ്വലി നമ്മൾ അതിനെ 2 പങ്ക്ച്വേഷൻ മാർക്ക് പോലുള്ള 2 ബൈറ്റ് മാർക്സ് ആണ് യൂഷ്വലി കാണാറ്. ആൻഡ് ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടും അതായത് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിനകത്താണ് ഈ ബൈറ്റ് സാധാരണ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നൗ ഇവിടെ കോമൺ ആയിട്ട് എപ്പോഴും നടക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നേക്ക് ബൈറ്റ് അഥവാ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും പാമ്പ് കടിച്ചിട്ടുണ്ടോ എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ മാറാൻ നോക്കും. പക്ഷേ ഒരു ഹോസ്പിറ്റൽ സിനാറിയോയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം വരുന്നത് ഏത് തരത്തിലുള്ള പാമ്പിൻ്റെ കടിയാണ് ഏറ്റിട്ടുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സ്നേക്സിനെ ഇൻ ജനറൽ നമ്മൾ തരംതിരിക്കുമ്പോഴേക്കും ന്യൂറോടോക്സിൻസും പിന്നെ ഹീമറ്റോടോക്സിൻസും ആയിട്ടുള്ള 2 ടൈപ്പിലുള്ള സ്നേക്സ് നമുക്ക് യൂഷ്വലി നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ സിനാരിയോയിൽ കാണാറുണ്ട്. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് സ്നേക്കാണ് ബൈറ്റ് ചെയ്തതെന്നുള്ളത് ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ മെഡിക്കൽ സ്റ്റാഫിനോ അല്ലെങ്കിൽ എമർജൻസി പ്രാക്ടീഷണേഴ്സിനോ പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കാനും അതിനനുസരിച്ചിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ യൂഷ്വലി നമ്മൾ പറയാറുള്ളത് അഥവാ നമ്മളിപ്പോൾ കടിച്ച പാമ്പിനെ കാണുവാണെങ്കിൽ അതിനെ ഇഫ് യു ആർ കില്ലിങ് ഇറ്റ് ദെൻ അതിനെ തന്നെ നമ്മൾ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോവുക. ആൻഡ് അവിടുത്തെ മെഡിക്കൽ പ്രാക്ടീഷണർ അത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യട്ടെ. എന്നിട്ട് അവർ ആ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങളെ എന്തോ കടിച്ചു, പക്ഷെ നിങ്ങൾക്ക് ഉറപ്പില്ല അത് പാമ്പാണോ അല്ലയോ എന്നുള്ളത്. ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. അത് എങ്ങനെ തോന്നുന്നു, ചിലപ്പോൾ നമ്മൾ ബെറ്റർ ആയാലോ ചിലപ്പോൾ പാമ്പായിരിക്കില്ല എന്നൊക്കെയുള്ള നമ്മൾ ഒരു ഗുഡ് ഹാർട്ട് അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടി ചിലപ്പോൾ അതായിരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കാതെ ഡെഫിനറ്റ്ലി ആദ്യം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ചെയ്യേണ്ട ടെസ്റ്റുകൾ ചെയ്ത് അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് എപ്പോഴും സേഫ് സോൺ. കാരണം സ്നേക്ക് ബൈറ്റ് പോലുള്ള വെനമസ് ആയിട്ടുള്ള സ്നേക്ക് അല്ലെങ്കിൽ പോയ്സണസ് ആയിട്ടുള്ള സ്നേക്കാണ് നിങ്ങൾ ബൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷൻസ് വളരെ വളരെ ഫാസ്റ്റാണ്. അപ്പോൾ ചിലപ്പോൾ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ പീരീഡിൽ തന്നെ നമുക്ക് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും അതിൽ തന്നെ നമ്മളുടെ ഹീലിങ്ങിനെ ഇമ്പയർ ചെയ്യും. പലതവണയും അൺഫോർച്ചുനേറ്റ്ലി ഇത് ഡെത്ത് വരെയും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും എന്തെങ്കിലും അൺനോൺ ബൈറ്റ് എന്നാണ് നമ്മൾ യൂഷ്വലി എമർജൻസി ഒരു കാഷ്വാലിറ്റി സിനാറിയോയിൽ നമ്മൾ ഇതിന് വിളിക്കുക. അൺനോൺ ബൈറ്റ് ആണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, അത് വളരെ അത്യാവശ്യമാണ്. സോ ഹോസ്പിറ്റലിൽ എത്താനായിട്ട് നിങ്ങൾ ഒട്ടും തന്നെ ഡിലേ ചെയ്യരുത്. രണ്ടാമത്തെ കോമൺ ടൈപ്പ് ഓഫ് ബൈറ്റ്സ് നമ്മൾ കാണുന്നത് യൂഷ്വലി വേറെ തരം ഇൻസെക്ട്സ്, ഇപ്പം ബീസ് ആവാം, അതായത് തേനീച്ച, കടന്തൽ പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ വാസ്പ് ബൈറ്റ്സ് ഉണ്ടാവാം. ഇതിൽ വളരെ തിരിച്ചാണ് യൂഷ്വലി സംഭവിക്കാറ്. സാധാരണ ഒരു തേനീച്ച കടിച്ചു എന്നും പറഞ്ഞ് ആരും, അല്ലെങ്കിൽ ഒരു വണ്ട് കടിച്ചു എന്നോ അല്ലെങ്കിൽ ഒരു വാസ്പ് കടിച്ചു എന്ന് പറഞ്ഞ് ആരും ഹോസ്പിറ്റലിലേക്ക് പോകാറില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വാസ്പ് ബൈറ്റ്സ് വളരെ വളരെ ലീത്തൽ ആയിട്ടുള്ള ബൈറ്റ്സ് ആണ്. ഇത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ ആയിരിക്കാം. വാസ്പ് ബൈറ്റ് ഉണ്ടായാൽ അത് നിങ്ങളുടെ കിഡ്നീസിനെയാണ് വളരെ അധികം ബാധിക്കുന്നത്. വിത്തിൻ അവേഴ്സ് നിങ്ങൾ റീനൽ ഫെയിലിയറിലോട്ട് പോകാനുള്ള ടെൻഡൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കടന്തൽ കടിച്ചിട്ട് തേനീച്ച കുത്തുകൊണ്ട് ഡെത്ത് വരെയും സംഭവിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ വാസ്പ് ബൈറ്റ് നിങ്ങൾ ഒരിക്കലും സാരമില്ല, തൽക്കാലത്തേക്കുള്ള പെയിൻ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് ഒരിക്കലും ടു ബോൾഡ് ആവാനും പാടില്ല.
ചില സിനാരിയോസ് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മെഡിക്കൽ അറ്റൻഷൻ കിട്ടാമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ അറ്റൻഷൻ സ്വീകരിക്കേണ്ടതുണ്ട്. പിന്നെ വാസ്പ് ബൈറ്റ്സ് പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഡേഞ്ചറസ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഈ വാസ്പ് അല്ലെങ്കിൽ കടന്തൽ എന്ന് പറയുന്ന സാധനം ഒരെണ്ണം മാത്രമായിട്ടുള്ള ബൈറ്റ് കിട്ടുന്നത് വളരെ റെയറാണ്. എപ്പോഴും നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഒരു കൂട് പൊട്ടി വീഴുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂടുള്ള ഒരു ഏരിയയിലോട്ട് പോകുമ്പോഴാണ് യൂഷ്വലി ഇത് അറ്റാക്ക് ചെയ്യാറ്. എന്നാൽ അത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു സ്വാം ഓഫ് വാസ്പായിട്ടാണ് എപ്പോഴും വരുന്നത്, വലിയൊരു കൂട്ടമായിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ബൈറ്റ് ആയിരിക്കില്ല, മൾട്ടിപ്പിൾ ബൈറ്റ്സ് നമുക്ക് കിട്ടും. ഇതിൻ്റെ മൾട്ടിപ്പിൾ സ്റ്റിങ്സ് എന്നാണ് അതിന് പറയുക, മൾട്ടിപ്പിൾ കുത്ത് കിട്ടും. അപ്പോൾ അത് കാരണം അതിൻ്റെ പോയ്സണസ്, അതിൻ്റെ ഡിഗ്രി ഓഫ് പോയ്സൺ ഇസ് വെരി വെരി ഹൈ. അതുമാത്രമല്ല നമ്മൾ അതിൻ്റെ സ്റ്റിങ് പലപ്പോഴും നമ്മുടെ ബോഡിയിൽ റെമനൻ്റ് ആയിട്ട് അവിടെ ഇരിക്കും. ആ സ്റ്റിങ് റിമൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ അതിനോടുള്ള റിയാക്ഷൻ പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാൻ കഴിയത്തുള്ളൂ. മാത്രവുമല്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എമർജൻസി സിറ്റുവേഷനാണ്. പലപ്പോഴും ഇതിനെ ഒരു മെഡിക്കൽ ലീഗൽ രീതിയിലും നമ്മൾ നോക്കാറുണ്ട്. അതുകൊണ്ട് ഒട്ടും ഇതിനെ തമാശ പോലെ എടുക്കാണ്ട് അറ്റ് ദി ഏർലിയസ്റ്റ് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുകയും വേണം. ഇതിന് പുറമേ ഉള്ളതാണ് നമ്മളുടെ ചെറിയ ചെറിയ ഇൻസെക്ട് ബൈറ്റ്സ് ഒക്കെ വരിക. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് കടിച്ചു, അവിടെ ഒന്ന് റെഡായിട്ട് വന്നു, അപ്പോൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞു, അത് കഴിഞ്ഞാൽ അത് സെറ്റിൽ ആവുന്നത് കേസസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസ് ആണെങ്കിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട കാര്യം, നമ്മളുടെ അലർജിക് ടെൻഡൻസീസ് എങ്ങനെയുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയുണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ റിയാക്ഷൻസ് വരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ചിലർ ഒരു കൊതുക് കടിച്ചാൽ ജസ്റ്റ് ഒന്ന് പൊതിച്ച് വരും, ഒരു റെഡ് കളറിലൊരു മാർക്ക് വരും, പിന്നെ ചെറുതായിട്ടൊന്ന് ചൊറിയും, അത് കഴിഞ്ഞാൽ അത് നിൽക്കും. എന്നാൽ ചിലർക്ക് ഈവൻ മൊസ്കിറ്റോ ബൈറ്റ് വന്നാൽ പോലും ഫുൾ ബോഡിയിൽ ഒരു എന്താ പറയുക റാഷസ് വരും, പിന്നെ അതനുസരിച്ചിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഡിഫറെൻറ്റ് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ഇതിൻ്റെ റിയാക്ഷൻസ് വരുന്നത്. അഥവാ നിങ്ങളൊരു നോൺ അനഫിലാക്റ്റിക് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോണായിട്ട് ഇതുപോലുള്ള അലർജീസ് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇൻസെക്ട് ബൈറ്റ്സ് വരുമ്പോഴേക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും നിങ്ങളുടെ ഡോക്ടർ ഡെഫിനറ്റ്ലി നിങ്ങളെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവും. അത് അറ്റ് ഓൾ ടൈംസ് നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്പർ 1 ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്പർ 2, ഇതുപോലെ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഏരിയാസിലോട്ട് അധികം പോകാതിരിക്കുക. ബിക്കോസ് ഓൾവേസ് റിമെമ്പർ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പിന്നെ അഥവാ നിങ്ങളിപ്പോൾ ട്രെക്കിങ്ങോ ഹൈക്കിങ്ങോ അതുപോലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസിന് പോകുവാണെങ്കിൽ ഓൾവേസ് മേക്ക് ഷുവർ കവേർഡ് ഷൂസ് തന്നെ ഇടുക. കവേർഡ് ഷൂസും ആങ്കിളും കൂടെ കവർ ചെയ്യുന്ന ടൈപ്പ് ബൂട്ട് ഇട്ട് മാത്രമേ നിങ്ങൾ ഇതുപോലെ ഒരുപാട് വെജിറ്റേഷൻ ഉള്ള ഏരിയാസ്, അതായത് ഒരുപാട് കാട് പിടിച്ച ഏരിയാസിലോട്ട് പോകുമ്പോഴേക്കും കാല് എപ്പോഴും നന്നായി കവർ ചെയ്തിരിക്കണം. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ, ജീൻസോ ഡെനിമോ പോലുള്ള തിക്ക് മെറ്റീരിയലിൽ നിങ്ങൾ പാൻസ് പോലുള്ള കാര്യങ്ങൾ ധരിക്കുക. ഒരിക്കലും നിങ്ങൾ ചപ്പലിട്ട് വളരെ കാഷ്വലായിട്ട് പോകാതിരിക്കുക. ആൻഡ് നെവർ 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 ബെയർഫുട്ടായിട്ട് ഇത്തരത്തിലുള്ള ഏരിയാസിൽ ഒരിക്കലും പോകരുത്. ബിക്കോസ് യൂഷ്വലി ട്രെക്കിംഗ് പോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അഥവാ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെയും ട്രാൻസ്പോർട്ടേഷനും ലോജിസ്റ്റിക്സും വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാതെ കെയർഫുള്ളായിട്ട് പോയി ലൈഫ് എൻജോയ് ചെയ്യുക. സോ ഇൻസെക്ട് ബൈറ്റ് ഓർ സ്നേക്ക് ബൈറ്റ്സ് ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണം. ആൻഡ് ദെൻ ഫ്രം ദെൻ ദ ഹോസ്പിറ്റൽ വിൽ ടേക്ക് കെയർ ഓഫ് ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. ഹെൽത്ത് ഡെസ്കിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുന്നു. ഐ എം ഡോക്ടർ ശ്രുതി ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡ് ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുമായിട്ട് ഞാൻ വീണ്ടും വരും. അൻറ്റിൽ ദെൻ, ദിസ് ഇസ് ഡോക്ടർ ശ്രുതി സൈനിങ് ഓഫ്.